In previous class, we discussed about the finding a solution of a algebraic equation using regular falsy method. What is the formula is used in regular falsy method? Square root in algebraic equation. The square root find regular falsy method f of x equal to f of b a into f of b minus b into f of a divided by f of b minus f of a. This is the regular falsy method, not f of x. x1 equal to a into f of b minus b into f of a divided by f of b minus f of a. This is the equation using in a regular falsy method. Next is interpolation using in a numerical values. അതായത് interpolation എന്ന് പറഞ്ഞാല് in set of numerical values are given x corresponding y. X takes the values x0, x1, x2, x3, corresponding y value y0, y1, y2, y3, etc. X takes the value xn, corresponding y value yn. അതായത് കുറെ ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ടുണ്ടാവും. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് x0, x1, x2, എക്സെട്ര. xn കറസ്പോണ്ടിങ് y വാല്യൂ എന്ന് പറയുന്നത് y0, y1, y2, എക്സെട്ര, yn. ഇനി നമ്മളോട് ഫോർ എക്സാമ്പിൾ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 1, 3, 6, 9, 11, എക്സെട്ര. കറസ്പോണ്ടിങ് y വാല്യൂ 2, 4, 7, 9, 10 ആണെന്ന് വിചാരിച്ചോ. ഞാൻ എടുക്കുന്നതാണ് എക്സാമ്പിൾ ആയിട്ട്. എക്സ് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 3, 6, 9, 11, എക്സെട്ര. കറസ്പോണ്ടിങ് y വാല്യൂ 2, 4, 7, 9, 10. ഇനി ഈ തന്ന എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലാത്ത വേറൊരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്ന കേസിൽ, അതായത് നമുക്ക് ഇവിടെ 1നും കറസ്പോണ്ടിങ് ആയിട്ട് 2 തന്നിട്ടുണ്ട്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനിടയിലുള്ള 1നും 3നും ഇടയിലുള്ള 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു y വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മളോട് അങ്ങനെയുള്ള കേസിൽ ഈ ഇതിനകത്ത് തരാത്ത ഒരു എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ അപ്പം ഈ 1നും 3നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കുന്ന അങ്ങനെയുള്ള, അതായത് ഇവിടെ നമ്മളിപ്പം കുറെ ന്യൂമറിക്കൽ വാല്യൂസേ തന്നിട്ടുള്ളൂ, ആ ഫംഗ്ഷൻ ഏതാന്ന് തന്നിട്ടില്ല. അതായത് നമ്മൾ ഇത്ര വരെ ചെയ്തത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ, അതായത് y ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് ഇട്ട് കൊടുക്കും. x 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ കിട്ടും, x 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ കിട്ടും. അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് കറസ്പോണ്ടിങ് y വാല്യൂ ആണ് നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ആ ഫംഗ്ഷൻ ഏതാന്ന് തരൂല, കുറെ ന്യൂമറിക്കൽ വാല്യൂസ് തരും. x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1 തരും, x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y2 തരും. അങ്ങനെ കുറെ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം തരും. അങ്ങനെ തരുമ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ആ പർട്ടിക്കുലർ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്റർപോളേഷൻ. അതായത് ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാല് നമുക്കിവിടെ എക്സിന്റെ ഇന്റർവെൽ എന്ന് പറഞ്ഞാല് 1 to 11 വരെയുള്ള ഇന്റർവെല്ലിനുള്ളിലാണ് എക്സിന്റെ വാല്യൂ തന്നത്. അപ്പൊ ഈ 1 to 11 എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമുക്ക് കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർപോളേഷൻ. ക്ലിയർ ആണോ? അതായത് ഈ 1നും 11നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇന്റർപോളേഷൻ. ഇനി ഈ 1നും 11നും പുറത്തുള്ള ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാപോളേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു
എക്സ് ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4ന് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ തന്നിട്ടില്ല. ഇപ്പൊ ആ 4 എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലാന്ന് വരുക. ഈ 3നും 6നും ഇടയിലാണ് 4 വരിക. അപ്പൊ ആ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ആ 1നും 11നും 1 to 11നും ഇടയിലാണ് ആ x4 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഇന്റർപോളേഷൻ. ഇനിയിപ്പം സപ്പോസ് ദാറ്റ് എക്സ് ഈക്വൽ ടു 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു y വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ എക്സ് ഈക്വൽ ടു 50 എന്ന് പറയുന്നത് ഈ 1 to 11 ഇന്റർവെല്ലിന് ഔട്ട്സൈഡ് ആണ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാപോളേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്റർപോളേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് തന്ന ഇന്റർവെല്ലിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അതിന് പറയുന്ന പേരാണ് ഇന്റർപോളേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ആണ്. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് നമുക്ക് കുറെ ന്യൂമറിക്കൽ വാല്യൂസ് തരും. അപ്പം ഇവിടെ കുറെ ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ട് ആ ന്യൂമറിക്കൽ വാല്യൂസിന് ഏതെങ്കിലും ഒരു എക്സ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഇന്റർവെൽ അതായത് ഇത് നമ്മൾ എടുത്ത ഒരു എക്സാമ്പിള് എക്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഇത് x0 ആണ്, ഇത് x1 ആണ്, ഇത് x2 ആണ്, x3, x4. ഇനി x2 ഡിഫറൻസ് ഈ x0നും x1നും ഇടയിലുള്ള ഇന്റർവെൽ എത്രയാ? 1നും 3ക്കും ഇടയിലുള്ള ഇന്റർവെൽ 2 ആണ് അല്ലെ? 3 - 1 2 ആണ്. 3ക്കും 6നും ഇടയിലുള്ള ഇന്റർവെൽ 3 ആണ്. 6നും 9നും ഇടയിലുള്ള ഇന്റർവെല്ലും 3 ആണ്. 9നും 11നും ഇടയിലുള്ള ഇന്റർവെല് 2 ആണ്. അപ്പൊ ഈ എല്ലാ x0ഉം x1ഉം തമ്മിലുള്ള ഇന്റർവെല്ലും x1ഉം x2ഉം തമ്മിലുള്ള ഇന്റർവെല്ലൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അൺഈക്വൽ ഇന്റർവെൽ ആണ്. അപ്പൊ അൺഈക്വൽ ഇന്റർവെല്ലിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർപോളേഷൻ ആണ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല. അൺഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. അൺഈക്വൽ ഇന്റർവെൽസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർപോളേഷൻ ആണ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ. അപ്പോൾ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം അൺഈക്വൽ ഇന്റർവെൽ. അൺഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് അൺഈക്വൽ ഇന്റർവെൽ. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർ അൺഈക്വൽ ഇന്റർവെൽ. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് y വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. f of x ഈക്വൽ ടു സിമ്പിൾ ആണ് x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 ഇൻറ്റു x മൈനസ് x3 ഇൻറ്റു എക്സെട്ര x മൈനസ് xn ഡിവൈഡഡ് ബൈ x0 minus x1, x0 minus x2, x0 minus x3, etc. x0 minus xn into y0 plus x minus x0 into x minus x2 into x minus x3 into etc. x minus xn divided by x1 minus x0, x1 minus x2, x1 minus x3, etc. x1 minus xn into y1 plus next x minus x0 into x minus x1 into x minus x3 into etc. x minus xn divided by x2 minus x1, x2 minus x2 minus x0, x2 minus x1, etc. x2 minus xn into y2, etc. Last term x minus x0
into x minus x1 into etc. x minus xn minus 1 divided by x naught minus x1, sorry, xn minus x1, xn minus x naught, xn minus x1, etc. xn minus 1 into yn plus ഉണ്ട്. സിമ്പിൾ ആണ് ഫോർമുല. ഫസ്റ്റ് ടേമിനകത്ത് ഈ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല, കൺസിഡർ ദി ഫസ്റ്റ് ടേം ഇൻ ന്യൂമറേറ്റർ നോട്ട് ഇൻക്ലൂഡിങ് ഇൻ എക്സ് നോട്ട്. അതായത് ഇതിന്റെ ന്യൂമറേറ്ററിൽ, ഫസ്റ്റ് ടേമിന്റെ ന്യൂമറേറ്ററിൽ എക്സ് നോട്ട് ഉണ്ടാവില്ല. x1, x2, x3, എക്സെട്ര xn ആയിരിക്കും. നോക്കിയേ, എക്സ് മൈനസ് x1, എക്സ് മൈനസ് x2, എക്സ് മൈനസ് x3, എക്സെട്ര എക്സ് മൈനസ് xn. ഇനി ന്യൂമറേറ്ററിൽ എക്സ് നോട്ട് ഇല്ല, ഡിനോമിനേറ്ററിന് എക്സ് നോട്ടിന്ന് എല്ലാ ടേമും മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഡിനോമിനേറ്ററിൽ എക്സ് നോട്ട് മൈനസ് x1, എക്സ് നോട്ട് മൈനസ് x2, എക്സ് നോട്ട് മൈനസ് x3, എക്സ് നോട്ട് മൈനസ് xn ഇൻറ്റു y നോട്ട്. ഈ സെക്കൻഡ് ടേമിൽ എന്തുണ്ടാവില്ല? ന്യൂമറേറ്ററിൽ x1 ഉണ്ടാവില്ല. നോക്കിയേ, എക്സ് മൈനസ് എക്സ് നോട്ട്, ഇവിടെ x1 ഇല്ല, എക്സ് മൈനസ് x2, എക്സ് മൈനസ് x3, എക്സെട്ര എക്സ് മൈനസ് xn ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിന്ന് x1 എല്ലാ ടേമും മൈനസ് ചെയ്യുന്നു. x1 മൈനസ് എക്സ് നോട്ട്, x1 മൈനസ് x2, x1 മൈനസ് x3, എക്സെട്ര x1 മൈനസ് xn ഇൻറ്റു y1. അടുത്ത ടേമിൽ എന്തുണ്ടാവില്ല? ന്യൂമറേറ്ററിൽ x2 ഉണ്ടാവില്ല. എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് മൈനസ് x1, എക്സ് മൈനസ് x3, എക്സെട്ര എക്സ് മൈനസ് xn ഡിവൈഡഡ് ബൈ x2ന്റെ അകത്തുനിന്ന്, തേർഡ് ടേമിൽ x2ന്റെ അകത്തുനിന്ന് മൈനസ് ചെയ്യുന്നു. x2 മൈനസ് എക്സ് നോട്ട്, x2 മൈനസ് x1, എക്സെട്ര x2 മൈനസ് xn ഇൻറ്റു y2. ലാസ്റ്റ് ടേം yn ആണ്. ലാസ്റ്റ് ടേമിൽ എന്തുണ്ടാവില്ല? yn ഉണ്ടാവില്ല. ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് മൈനസ് x1, എക്സെട്ര എക്സ് മൈനസ് xn മൈനസ് 1 ഡിവൈഡഡ് ബൈ, ന്യൂമറേറ്ററിനകത്ത് നിന്ന് xn എല്ലാ ടേമും മൈനസ് ചെയ്യുന്നു. xn മൈനസ് എക്സ് നോട്ട്, xn മൈനസ് x1, xn മൈനസ് xn മൈനസ് 1 ഇൻറ്റു yn. ഈസി അല്ലേ? ആദ്യത്തെ ടേമിൽ എക്സ് നോട്ട് ന്യൂമറേറ്ററിൽ ഉണ്ടാവില്ല, ഡിനോമിനേറ്ററിന് എക്സ് നോട്ടിന്ന് എല്ലാ ടേമും മൈനസ് ചെയ്യുന്നു. അടുത്ത ഫസ്റ്റ് ടേമിൽ x1 ഉണ്ടാവില്ല, എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് x2 മുതൽ തുടങ്ങും, ഇൻറ്റു ലാസ്റ്റ് ഒരു y1 ഉണ്ട്. എല്ലാത്തിനകത്തും ഒരു ലാസ്റ്റ് y നോട്ട്, y1, y2 എക്സെട്ര ആ ഫോമിൽ വരും. അതും കൂടി ഓർമ്മിക്കണം. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് അൺഈക്വൽ ഇന്റർവെല്ലിനകത്ത് കേസിലാണ് കേട്ടോ. അൺഈക്വൽ ഇന്റർവെൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ എഴുതിക്കോ. യൂസിങ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല, യൂസിങ് ലഗ്രാഞ്ചസ് interpolation formula, find the value corresponding to x equal to 10 from the
following table. X corresponding y value 5, 6, 9, 11. Corresponding y value 12, 13, 14 and 16. ഇവിടെ using Lagrange's interpolation ഇവിടെ ക്വസ്റ്റിനകത്ത് യൂസിങ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ ഈ ഇന്റർവെല് നോക്കുക. ഇന്റർവെല് അൺഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്റർപോളേഷൻ ആണെങ്കിൽ ലഗ്രാഞ്ചസ് ആയിരിക്കും. അതായത് ഇത് x0, this x1, x2, x3. What is the difference between x0 and x1? x0 and x1 is 1. Difference between x1 and x2 3. ഇപ്പൊ 1ഉം 3ഉം ആണ് ഇന്റർവെല്. അത് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. Lagrange's interpolation formula. This is x0, x1, x2 and x3. F of x equal to x minus x1, x minus x2, x minus x3 divided by y x0 minus x1, x0 minus x2, x0 minus x3 into y0 plus x minus x0 into x minus x2 into x minus x3 divided by x1 minus x0, x1 minus x2, x1 minus x3 into y1 plus x3 വരെയുള്ള ടേംസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ടേമില് x2 ഉണ്ടാവില്ല. x minus x0, x minus x1, x minus x3 divided by x2 minus x0, x2 minus x1, x2 minus x3 into y2 plus next x minus x0, x minus x1, x minus x2 divided by x3 minus x0, x3 minus x1, x3 minus x2 into y3. This is the Lagrange's interpolation formula, substituting the values of this formula. Usnate using Lagrange's interpolation formula, find the value of x equal to 10. അതായത് നോക്കിയേ, ഇവിടെ നമുക്ക് എക്സ് വാല്യൂസ് തന്നത് 5, 6, 9, 11 ആണ്. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. 10ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഈക്വൽ ടു 10ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫോർമുല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എക്സിന് ഇടയിൽ എന്ത് ഇട്ട് കൊടുക്കുക? എക്സിന് 10 ഇട്ട് കൊടുക്കുക.
ക്ലിയർ അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? എക്സ് എന്ന് പറയുന്ന 10ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുക ചെയ്യുന്നത്. അപ്പൊ ലഗ്രാഞ്ചസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പൊ ഇവിടത്തെ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. എക്സ് ഈക്വൽ ടു പുട്ട് എക്സ് ഈക്വൽ ടു 10 വി ഗെറ്റ് ദി വാല്യൂ ഓഫ് y കറസ്പോണ്ടിങ് y വാല്യൂ. ഫോർമുല ഇങ്ങനെ വരും. എഫ് ഓഫ് 10 ഈക്വൽ ടു 10 മൈനസ് ആണെങ്കിൽ ആദ്യം ഒന്ന് എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് x1 എന്താ? x1 ഈസ് 6 ഇൻറ്റു എക്സ് മൈനസ് 9 എക്സ് മൈനസ് x1 എക്സ് മൈനസ് x2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് x3 ആയിരുന്നു. ഇവിടെ x1 ഈസ് 6, x2 ഈസ് 9 ആൻഡ് x3 ഈസ് 11 ഡിവൈഡഡ് ബൈ അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് 5 ആണ്, x1 6, x2 9 ആൻഡ് x3 11. ഡിനോമിനേറ്റർ എക്സ് നോട്ട് മൈനസ് x1 ആണ്. എക്സ് നോട്ട് ഈസ് 5 മൈനസ് 6 5 മൈനസ് 9 5 minus 11 into corresponding y naught is 12 plus x minus x naught is 5 into x minus x2 is 9 x minus 11 x3 is 11 divided by x1 minus 5 6 minus 5 6 minus 9 6 minus 11 into y1 is 30 plus next term x minus x naught 5 x minus x1 6 x minus x2 ഉണ്ടാവില്ല x minus x3 is 11 divided by x2 minus 9 minus 5 9 minus 6 9 minus 11. ന്യൂമറേറ്റർ കിട്ടിക്കഴിഞ്ഞാല് നോക്കിയേ എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഈ 5 മൈനസ് ചെയ്യുക 6 മൈനസ് ചെയ്യുക 11 മൈനസ് ചെയ്യുക എല്ലാത്തിനകത്തും മൈനസ് എന്ന് പറയുന്നത് സെയിം ടേം ആയിരിക്കും ഇൻറ്റു y2 വരും. y2 ഈസ് 14 പ്ലസ് നെക്സ്റ്റ് ടേം എക്സ് മൈനസ് എക്സ് നോട്ട് 5 എക്സ് മൈനസ് x1 6 എക്സ് മൈനസ് x2 9 ഡിവൈഡഡ് ബൈ x3 മൈനസ് ഇതാണ്. അപ്പോൾ 11 മൈനസ് 5 11 minus 6 11 minus 9 into y3 is 16. നമുക്ക് വേണ്ടത് എഫ് ഓഫ് 10 ആണ്. ഇനി എക്സിന് പ്ലേസിൽ 10 ഇട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 10 minus 6 എഫ് ഓഫ് 10 എഫ് ഓഫ് എക്സ് is this എഫ് ഓഫ് 10 എഫ് ഓഫ് 10 minus 6 into 10 minus 9 into 10 minus 11 into 12 divided by 5 minus 1 minus 1 into 5 minus 9 minus 4 into minus 6 plus next 10 minus 5 into 10 minus 9 into 10 minus 11 divided by 6 minus 5 is minus 6 minus 5 1 into minus 3 into minus 5 plus next term next term x minus 5 or 10 minus 5 10 minus 6 10 minus 11 divided by
ടേം ആണ്. 9 മൈനസ് 5 4. 4 ഇൻറ്റു 9 മൈനസ് 6 3. 9 മൈനസ് 11 മൈനസ് 3. സോറി മൈനസ് 2 ഇൻറ്റു 14 പ്ലസ് നെക്സ്റ്റ് ടേം 10 മൈനസ് 5 ഇൻറ്റു 10 മൈനസ് 6 into 10 minus 9 divided by 11 minus 5 6. 6 into 11 minus 6 5. 11 minus 9 2 into 60. Using calculator, find the value of this. We get 10 minus 5 5 വരും. 10 minus 4 6 വരും. 10 minus 11 minus 1 വരും. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്താൽ ലാസ്റ്റ് ഫൈനൽ ആൻസർ ഈസ് ദിസ് 14.6. ഇതാണ് ഫൈനൽ ആൻസർ. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യണേ, ചെയ്ത് നോക്കണേ. ദിസ് ഇസ് ദി ആൻസർ. നോക്കിയേ, അതായത് നമുക്ക് കിട്ടിയത് 14.63 ആണ്. 14.63 ആണ് ആൻസർ കിട്ടിയത്. നോക്കിക്കേ, 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 13 ആണ്. 9ന് കറസ്പോണ്ടിങ് ആയിട്ട് 40 ആണ്. 11ന് കറസ്പോണ്ടിങ് ആയിട്ട് 60 ആണ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതായത് 11നും 9നും ഇടയിലുള്ള 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 14നും 16നും ഇടയിലായിരിക്കും ഉണ്ടാവുക. അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി നോക്കിക്കാൻ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ 14.63 ആണ്. അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും കറക്റ്റ് ആയിരിക്കും. 9ന് 14 ആണ്, 11ന് 16 ആണ്. അപ്പൊ 10ന് ഈ 14നും 16നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് 14.63. ക്ലിയർ അല്ലേ? പ്രോബ്ലം ക്ലിയർ അല്ലേ? Yes, miss.